വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അന്നാളിൽ ഈശോ നായിൻ പട്ടണത്തിലേക്ക് എത്തി. അവിടെ ഒരു വിധവയുടെ ഏകമകന്റെ ശവസംസ്കാര യാത്ര നടക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ ഈശോ കരുണ തോന്നി പറഞ്ഞു, കരയേണ്ട. അവൻ പാളിയെ തൊട്ട് പറഞ്ഞു, യുവാവേ, എഴുന്നേൽക്കൂ. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു. ഇത് കണ്ടുനിന്ന ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. KCY പാലയൂർ അവതരിപ്പിക്കുന്ന ഹ്രസ്വ നാടകം മാർക്കസ്. പ്രത്യേകമായി നന്ദി ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ നിതിൻ താഴത്ത്, ചീഫ് ജോയ് ചാർലി, ജെയ്സൺ പാലുവായ്, ഷഹീൻ മുഹമ്മദ്, സൈജോ സൈമൺ. ശബ്ദവും വെളിച്ചവും ആൻഡോസോൺ പാലയൂർ. രംഗസജ്ജീകരണം ജോയൽ ജോയ് ആൻഡ് ജെറോഡ് CJ. പശ്ചാത്തല സംഗീതം, സംഭാഷണ സംയോജനം ടിറ്റോ പാലയൂർ. കഥ ജെഫിൻ ജോണി. തിരക്കഥ സംഭാഷണം റൊണാൾഡ് C. ആന്റണി. സംവിധാനം ജെറിൻ ജോസ് പാലയൂർ. അഭിനയിക്കുന്നവർ മാർക്കസ്, അജിഷ് ഷാജി, ഹന്ന, ഹൃദ്യ യേശുദാസ്, പീലാത്തോസ്, നിതിൻ സാബു, കയഫാസ്, ജോയൽ ജോയ്, യേശു ബ്രിട്ടോ ബിജു. നൃത്താവിഷ്കാരം കൃപയ N. ഐശ്വര്യ. പടയാളികൾ അതുൽ സുരേഷ്, എബിൻ ജോയ്, ജെറോഷ് ജെയിംസ്, പ്രിൻസ് പിയൂസ്, അബിൻ ചാക്കോ. ബറാബാസ് ജോൺ ജോൺസൺ. ശതാധിപൻ ഫിജോ പിയൂസ്. ഗ്രാമവാസികൾ ആഷ്ലി N. ആശിഷ്, അരിമത്തിയക്കാരൻ ജോസഫ്, സ്റ്റീഫൻ സജി, നിക്കോദോമോസ്, ആൽബിൻ ബാബു. മറിയം ഏകന ജെയ്സൺ, മഗ്ദല മറിയം, മരിയ CB, യോഹന്നാൻ, ജനോഷ് ജെയിംസ്. ശബ്ദം നൽകിയവർ ഫാദർ നിതിൻ താഴത്ത്, ജെയ്സൺ പാലുവ, ചീഫ് ജോ ചാർലി, ഷഹീൻ മുഹമ്മദ്, അജിൽ P. ജോസ്, ടിറ്റോ പാലയൂർ, ഹൃദ്യ യേശുദാസ്, അജീഷ് ഷാജി, ജെറിൻ പാലയൂർ, ഫിജോ പിയൂസ് ആൻഡ് ജോൺ ജോൺസൺ. കൂടാതെ ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന പാലയൂർ മഹാസ്ലിഹ ടീമിനും 1000 നന്ദി. അമ്മേ, ഹന്നയമ്മേ, നോക്കൂ, നമ്മുടെ ഭാഗ്യം തെളിഞ്ഞു. എനിക്ക് ജെറുസലേമിലെ റോമൻ പടയിൽ ജോലി ലഭിച്ചു. ഇതാ പീലാത്തോസ് പ്രഭുവിന്റെ മുദ്രയുള്ള ഉത്തരവ്. റോമൻ പടയിലോ? മാർക്കസ്, നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? നാം യഹൂദന്മാരാണ്. റോമിന് വേണ്ടി വാളെടുക്കുന്നത് നമ്മുടെ രീതിയല്ലല്ലോ മോനെ. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ, നമ്മുടെ വിശുദ്ധ നഗരത്തെ ചവിട്ടിമെതിച്ച ആ ദുഷ്ടന്മാരുടെ വേഷമാണോ നീ ധരിക്കുന്നത്? ഈ പടച്ചട്ടയിൽ നമ്മുടെ സഹോദരങ്ങളുടെ രക്തത്തിന്റെ ഗന്ധമുണ്ട് മകനെ. അമ്മേ, നിങ്ങൾ കാണുന്നത് ഈ പുറം വേഷം മാത്രമാണ്. നമ്മുടെ യഹൂദ ജനത എത്രമാത്രം പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയില്ലേ? റോമാക്കാർ നമ്മുടെ കഴുത്തിൽ നുകം വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതധികം കാലം തുടരില്ല. അതിന് നീ അവരുടെ കൂടെ ചേരുകയാണോ വേണ്ടത്? അവരെ തോൽപ്പിക്കാനല്ലേ നീ ശ്രമിക്കേണ്ടത്? അമ്മേ, ഇത് വെറുമൊരു ജോലിയല്ല, നമ്മുടെ കടം തീർക്കാനുള്ള അവസരമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മരിച്ചു കിടന്നപ്പോൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ച ആ മനുഷ്യൻ, ആ നസ്രായൻ, അദ്ദേഹം ഇപ്പോൾ ജെറുസലേമിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് നീ ആ ശവമഞ്ചത്തിൽ മരവിച്ചു കിടക്കുകയായിരുന്നു മാർക്കസ്. നിന്റെ ഹൃദയമിടിപ്പ് നിലച്ചിരുന്നു. പക്ഷേ ആ മനുഷ്യൻ എന്റെ കണ്ണീര് കണ്ട് നിന്റെ കൈകളിൽ തൊട്ടു. ആ സ്പർശനമാണ് നിനക്ക് ഈ ശ്വാസം വീണ്ടും തന്നത്. എനിക്ക് അറിയാം അമ്മേ, പക്ഷെ അദ്ദേഹത്തെ എനിക്ക് ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോൾ കണ്ട ആൾക്കൂട്ടവും നിങ്ങളുടെ കരച്ചിലും മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അദ്ദേഹത്തെ എനിക്ക് കാണണം. ജീവൻ നൽകിയവന്റെ മുഖം ഒരു തവണയെങ്കിലും നേരിട്ട് കാണാതെ എനിക്ക് സമാധാനമാവില്ല. ഈ വേഷമുണ്ടെങ്കിൽ എനിക്ക് കൊട്ടാരത്തിലും പട്ടണത്തിലും അദ്ദേഹത്തെ തിരയാം. നസ്രായനായ യേശു, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു രാജാവിനെ പോലെയാണ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുന്ന രാജാവ്. അതേ അമ്മേ, ആ നസ്രായനായ യേശു, അദ്ദേഹം ഇപ്പോൾ ജെറുസലേമിലുണ്ട്. അദ്ദേഹം വെറുമൊരു പ്രവാചകനാണ്. നമ്മുടെ ജനതയെ മോചിപ്പിക്കാൻ വന്ന വിമോചകനാണ്.
പീലാത്തോസിന്റെ സൈന്യത്തിൽ ഒരാളായി നിന്നാൽ എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും അരികിലെത്താം. അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ചേരാനാണ് എന്റെ തീരുമാനം. നിന്റെ ആഗ്രഹം നല്ലതാണ്, പക്ഷേ അധികാരം മനുഷ്യനെ മാറ്റിക്കളയും. നീ പോയി അദ്ദേഹത്തെ കാണുക, നന്ദി പറയുക. പക്ഷേ നിന്റെ വാൾ ഒരിക്കലും നീതിക്ക് നിരക്കാത്ത ഒന്നിനും ഉയരരുത്. ഒരിക്കലുമില്ലമ്മേ. ഈ ശ്വാസം അദ്ദേഹം എനിക്ക് തന്ന ദാനമാണ്. അവിടത്തേക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നാളെ പുലർച്ചെ ഞാൻ ജെറുസലേമിലേക്ക് തിരിക്കും. അദ്ദേഹത്തെ കാണാൻ, എന്റെ രാജാവിനെ കാണാൻ. പീലാത്തോസിന്റെ കൊട്ടാരം, അധികാരത്തിന്റെ ചതുരംഗം. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടല്ല, ഈ അധികാരത്തിന്റെ ഇരിപ്പിടം, ഈ അതിമോഹത്തിന്റെ ഇരിപ്പിടം, അത് നിലനിർത്തണമെങ്കിൽ അനീതിയിലും നിലകൊള്ളേണ്ടി വരും. അത് ഇന്നും തുടരുന്നു. പെസഹ തിരുനാളിന്റെ ആനുകൂല്യത്തിന്, ഏതു കുറ്റവാളിയെ വെറുതെ വിടണമെന്ന ചോദ്യത്തിന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, യേശുവിനെ കുരിശിൽ തറയ്ക്കുക, ബറാബാസിനെ വിട്ടേക്കുക. യേശുവിനെ കുരിശിൽ തറയ്ക്കുക, ബറാബാസിനെ വിട്ടേക്കുക. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇവനെ ചാട്ടവാറിനടിക്കാൻ നമ്മുടെ പുതിയ പടയാളികളെ തന്നെ ഏൽപ്പിക്കണം. നയനിൽ നിന്ന് വന്ന മാർക്കസ്, അവനെ ഏൽപ്പിക്കൂ ആ ദൗത്യം. ഒരു യഹൂദൻ മറ്റൊരു യഹൂദൻ അടിക്കുമ്പോൾ ആ വേദനയ്ക്ക് ആഴം കൂടും.
ഞെട്ടിക്കുന്നു മാർക്കസ്. വെറും ഒരു സാധാരണക്കാരിൽ നിന്നും റോമൻ സൈന്യത്തിന്റെ ഈ കരുത്തുറ്റ പടച്ചട്ടയിലേക്ക്. നിന്റെ ഈ മാറ്റം കാണാൻ നല്ല രസമുണ്ട്. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ലൂസിയസ്. നമ്മുടെ നാടിനെ വെല്ലുവിളിക്കുന്ന കള്ളന്മാരെയും വിപ്ലവകാരികളെയും ഒന്ന് നേരിടണം. ഈ പടച്ചട്ട ഇടുമ്പോൾ വല്ലാത്തൊരു കരുത്ത് തോന്നുന്നു. നീതി നടപ്പിലാക്കാൻ എനിക്ക് ഈ വാൾ മതി. അതാണ് വേണ്ടത്. പക്ഷേ ഇന്ന് നിന്റെ മുന്നിൽ വരുന്നത് ഒരു സാധാരണ കുറ്റവാളിയല്ല. താനൊരു രാജാവാണെന്ന് അവകാശപ്പെടുന്ന ഒരു വിചിത്ര മനുഷ്യനാണ്. രാജാവോ? ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഇത്തരം കപടന്മാരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. ഇവനൊക്കെ കാരണം നമ്മുടെ നാട് നശിക്കുകയുള്ളൂ. നോക്കിക്കോ ഗായൂസ്, റോമിനെ വെല്ലുവിളിച്ച ഈ മനുഷ്യനെ നമ്മുടെ കയ്യിൽ നിന്നും നല്ലൊരു ശിക്ഷ തന്നെ ലഭിക്കും. ഇതാ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. മാർക്കസ്, സമയം കളയാനില്ല. പീലാത്തോസ് പ്രഭുവിന്റെ ഉത്തരവ് ഉടൻ നടപ്പിലാക്കൂ. ഇവനെ കുരിശിലേറ്റാൻ ജനക്കൂട്ടം കാത്തു നിൽക്കുകയാണ്. കുരിശിലേക്കുമ്പോൾ ഇവൻ നമ്മുടെ പ്രയത്നത്താൽ അവശനാകണം. മാർക്കസ്, അത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. മറ്റൊരു പഠനം കിട്ടാത്ത അവസരമാണ് മാർക്കസ്. വേഗം. ഗായ്സ്, നീ കേട്ടോ? ആര് മരിക്കണമെന്നാണ് ഇവർ ഈ വിളിച്ചു പറയുന്നത്? യേശു. അതെ മാർക്കസ്, ഇവൻ തന്നെ ആ യേശു. എല്ലാവരും പറയുന്ന ആ അത്ഭുത മനുഷ്യൻ. ഗുരുവേ, ഇതങ്ങാണോ? എനിക്ക് ജീവൻ നൽകിയ അതേ കണ്ണുകൾ. ഞാൻ അങ്ങയെ കാണാൻ കൊതിച്ചതാണ്. അങ്ങയെ സംരക്ഷിക്കാനാണ് ഞാൻ ഈ വേഷം ധരിച്ചത്. പക്ഷേ ഞാൻ വൈകിപ്പോയല്ലോ. ഒടുവിൽ എന്റെ കൈകൾ കൊണ്ട് തന്നെ അങ്ങയെ വേദനിപ്പിക്കേണ്ടി വന്നല്ലോ. മാർക്കസ്, എന്തിനാണ് ഈ നിൽക്കുന്നത്? നിന്റെ ധൈര്യം എവിടെ പോയി? അടിക്കവനെ. ഇല്ല, എനിക്ക് കഴിയില്ല. ഇത് എന്റെ രാജാവാണ്. എന്നെ രക്ഷിച്ചവനാണ് ഇദ്ദേഹം. ഞാൻ എങ്ങനെ ഇദ്ദേഹത്തെ നോവിക്കും? നീ എന്താ ഭ്രാന്ത് കാണിക്കണോ പറയാനെ? ഉത്തരവ് ലംഘിച്ചാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. കൊല്ലു എന്നെ. പക്ഷേ എന്റെ ഗുരുവിനെ ഇനി മുറിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തെ വിട്ടയക്കൂ. ഗുരുവേ, കാത്തിരിക്കും. ഞാൻ വരികയാണ്. അങ്ങയെ കുരിശിൽ തറയ്ക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ദൈവമേ, ഈ പ്രകൃതി എന്തിനാണിങ്ങനെ പിടയുന്നത്? ഓടിക്കോ പടയാളി, ഈ നഗരം തകർന്നുപോയി. സൂര്യൻ മുഖം മറച്ചു. ഉച്ചവെളിച്ചം അർദ്ധരാത്രിയായി മാറി. നിൽക്കൂ. കാൽവരിയിൽ എന്താണ് സംഭവിച്ചത്? ആ നസ്രായനെ അവർ എന്ത് ചെയ്തു?
എല്ലാം കഴിഞ്ഞു പടയാളി. ആ നസ്രായൻ മരിച്ചു. അവിടുന്ന് അവസാനമായി പിതാവേ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ ഈ ഭൂമി കുലുങ്ങിയതും പാറകൾ പിളർന്നതും നിങ്ങളും കണ്ടില്ലേ? നീതിമാനായ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് കൊന്നത്. നീതിമാനായ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് കൊന്നത്. മരിച്ചെന്നോ? ഇല്ല, എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കണമായിരുന്നു. അദ്ദേഹത്തിന് കാവൽ നിൽക്കാനാണ് ഞാൻ ഈ വേഷം ധരിച്ചത്. പക്ഷേ ഞാൻ വൈകിപ്പോയല്ലോ. ഒടുവിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചത് ഞാനാണല്ലോ. യോസേപ്പേ, നമുക്ക് വേഗം പോകണം. ഇതാ 100 രാത്തൽ 100 മകിലും ഞാൻ കരുതിയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ആ വിശുദ്ധ ശരീരം നമുക്ക് പൊതിയണം. ഒന്ന് നിൽക്കൂ. നിങ്ങൾ അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ പോവുകയാണോ? അതെ, പീലാത്തോസ് പ്രഭു അനുവാദം തന്നിട്ടുണ്ട്. നീ എന്തിനാണ് ഞങ്ങളെ തടയുന്നത് പടയാളി? തടയാനല്ല, സഹായിക്കാനാണ്. ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ അവസാന യാത്രയിൽ അദ്ദേഹത്തെ ഒന്ന് തൊടാൻ എനിക്ക് അനുവാദം തരുമോ? ഈ സുഗന്ധദ്രവ്യങ്ങൾ ചുമക്കുവാൻ ഞാനും വന്നോട്ടെ. നീയൊരു റോമൻ പടയാളിയല്ലേ? ഒരു റോമൻ സൈനികൻ കൂടെ വരുന്നത് നിങ്ങൾക്ക് അപകടമാണ്. പിലാത്തോസ് അറിഞ്ഞാൽ നിന്റെ ജീവനും പോകില്ലേ? എൻ്റെ ജീവന് ഇനി എന്തു വിലയാണുള്ളത്? പീലാത്തോസിൻ്റെ പടയാളി മാർക്കസ് പീഡനമുറിയിൽ വെച്ച് തന്നെ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആ നസ്രായൻ്റെ ഒരു ദാസൻ മാത്രമാണ്. എൻ്റെ പേരോ വിലാസമോ ഒരിടത്തും രേഖപ്പെടുത്തണ്ട. ചരിത്രം എന്നെ ഓർക്കണ്ട. ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ അവസാന യാത്രയിൽ എനിക്ക് കൂട്ടിയിരിക്കണം. ആ പാദങ്ങളിൽ തൊട്ട് മാപ്പ് ചോദിക്കണം. എന്നെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ആ കൈകൾക്കൊരു അന്ത്യവിശ്രമം നൽകാൻ എനിക്ക് സാധിക്കണം. എൻ്റെ ഗുരുവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന അവസാനത്തെ കാര്യം ഇതാകട്ടെ. ഇതെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയണം. വരൂ മകനെ, വരൂ മാർക്കസ്. എൻ്റെ ഹൃദയം നമുക്ക് പോകാം. രക്തം കിനിയും കാൽവരി കാണ്ടി കരളിലെ സങ്കടക്കടലിൽ തിരകൾ ഉയരുന്നു ഈശോയേ. രക്തം കിനിയും കാൽവരി കാണ്ടി കരളിലെ സങ്കടക്കടലിൽ തിരകൾ ഉയരുന്നു ഈശോയേ. രക്തം കിനിയും യേശുവിന്റെ തിരുശരീരം അവർ കുരിശിൽ നിന്നും ഇറക്കി. ആ നീതിയുടെ സൂര്യനുമായി അവർ കല്ലറയിലേക്ക് നീങ്ങി.
ഗുരുവെ എന്നോട് ക്ഷമിക്കൂ. അങ്ങയെ സംരക്ഷിക്കുമെന്ന് ഞാൻ അമ്മയ്ക്ക് നൽകിയ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അങ്ങയുടെ ഈ അന്ത്യവിശ്രമത്തിന് ഒരു കല്ല് ചുമക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നുവല്ലോ. അധികാരത്തിന്റെ വാളുകൾ തോറ്റെടുത്ത് സ്നേഹത്തിന്റെ വിലാപം ഒരു പുതിയ പ്രഭാതത്തിനായി കാത്തിരിക്കുന്നു. നമുക്കറിയാലോ, ഇതിൻ്റെ ഒരു നാടകത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. നൃത്തമുണ്ട്, പാട്ടുണ്ട്, വലിയൊരു സംഘടന ഇല്ലെങ്കിലുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിലൊക്കെ സംഘടന അവർ നൽകിയിട്ടാണ് പോയത്. അപ്പോൾ ഇനി ഇതിനേക്കാളും ഇത് നന്നാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്ര മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ എല്ലാ വർഷവും ഒരു ചെറിയ നാടകം അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നന്നാവാറുണ്ട്. ഇത് ഏറ്റവും വിശിഷ്ടമായിരിക്കുന്നു. അതിന് പണിയെടുത്ത റൊണാൾഡ്, ടിറ്റോ, ജെസ്സി, അതുപോലെ തന്നെ കൊച്ചിനോട് ചേർന്ന ജെറിയാണ് ഇതിൻ്റെ ഇതൊക്കെ ഡിറക്ഷൻ നോക്കുന്നത്. ജെറി ഓരോ ദിവസവും ജെറിൻ്റെ ഒരു പ്രത്യേകത, സമയത്തിന് വരാൻ പറഞ്ഞാൽ ജെറിൻ സമയത്തിനെത്തും. മറ്റുള്ളവരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നേരം വരുന്നു. അപ്പോൾ ജെറിൻ കുറേ സമയം ഇവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു നഷ്ടമല്ല, ഇതൊരു നേട്ടമാണ്. ഒരിക്കൽ കൂടെ ദുഃഖവള്ളിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി.